നമസ്കാരം. ടെക് ട്രാവലിംഗ് നന്ദകുമാറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എന്റെ വീഡിയോ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു പ്രശസ്തമായ ഒരു ചെറിയൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിനകത്തുള്ള അത്ഭുതകരമായ കുറെ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് കാണാം. അതിനുപരി നമുക്ക് അവിടെ ഒരു സിദ്ധ വൈദ്യൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു ആളുണ്ട്, കൃഷ്ണൻ എന്നാണ്. അപ്പോൾ ആ കൃഷ്ണേട്ടന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനുണ്ട്. കാര്യം 4 ദിവസം കൊണ്ട് ക്യാൻസർ എന്ന അസുഖങ്ങളൊക്കെ ഫലപ്പെടുത്താൻ കഴിയും എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ യാത്രയിൽ 2 ഉദ്ദേശങ്ങളാണ്. ഒന്ന്, നമുക്ക് ആ ഒരു പുണ്യഭൂമിയായ ആ ഒരു സ്ഥലം സന്ദർശിക്കണം. അതിനുപരി നമുക്ക് ആൾക്കാർക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ എന്ന് ഉള്ള രീതിയിൽ ആ ഒരു ആയുർവേദവുമായി ബന്ധപ്പെട്ട ഒരു വൈദ്യ രംഗത്തുള്ള ഒരു വിദഗ്ധനായ ഒരു വ്യക്തിയുടെ കുറച്ച് കാര്യങ്ങളും നമുക്കറിയാം. അദ്ദേഹം പാറയിൽ വന്ന് ഇവിടുത്തെ ഒരു ശക്തി കിട്ടിയതിന് ശേഷം അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നുന്ന കുറെ കാര്യങ്ങൾ, മരുന്നൊക്കെ അദ്ദേഹം അങ്ങനെയാണ് ചിട്ടപ്പെടുത്തി പേഷ്യന്റിന് ഇല്ലെങ്കിൽ രോഗികൾക്ക് കൊടുത്ത് അസുഖങ്ങൾ നേരെയാക്കി എടുക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമുക്കെന്തായാലും ആ ഒരു കാഴ്ച ഒക്കെ കാണാം. ക്യാൻസർ മാത്രമല്ല, നമുക്ക് മാനസിക പ്രശ്നം, അതായത് ഭ്രാന്ത് പിടിച്ച ആൾക്കാരെ നേരെയാക്കുന്നുണ്ട്. അതേപോലെ ഹാർട്ട് അറ്റാക്ക് വന്ന ആൾക്കാർക്ക് സുഖം പ്രാപിക്കുന്നുണ്ട്. അതേപോലെ പല ആശുപത്രിയും കൈ ഒഴിഞ്ഞ കേസുകളെല്ലാം ഇദ്ദേഹം രക്ഷപ്പെടുത്തി എന്നാണ് പറയുന്നത് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നമുക്ക് അദ്ദേഹത്തെയും കാണാം. ആ ചുറ്റുപാടുള്ള കാഴ്ചകളും കണ്ട് ഈ വീഡിയോ മുന്നോട്ട് പോകും. മുനിപ്പാറയിലേക്ക് കടന്നു വരുമ്പോൾ ഉള്ള വഴികളാണ്. ഈ വഴികളൊക്കെ താണ്ടിയാണ് നമ്മൾ മുനിപ്പാറ ക്ഷേത്രത്തിലോട്ട് നമുക്ക് പോകാനുള്ളത്. നമുക്കൊരു സ്ഥലം വരെ പോകണം. വാ, ആരും മിസ് ചെയ്യരുത്. നിങ്ങളെല്ലാവരും കാണേണ്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കണ്ണാടി എടുത്തെന്ന് വെച്ചോട്ട്, നല്ല പൊടിയാണ്, പൊല്യൂഷനും പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ കണ്ണിന് ഡാമേജ് സംഭവിക്കും. അപ്പം കണ്ണിന് പ്രൊട്ടക്റ്റ്
ചെയ്യാൻ വേണ്ടി നമുക്ക് കണ്ണാടി ഉപയോഗിക്കാം. അത് ഉപയോഗിക്കുന്നത് അത്രയും നല്ലതാണ്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും കാണേണ്ട ഒരു നല്ലൊരു വീഡിയോ ആണ് ഇത്, കാഴ്ചയാണ് ഇത്. ഞാൻ പോകുന്നത് മഹാഭാരതവുമായിട്ട് കണക്റ്റായിട്ട് കിടക്കുന്ന ഒരു സ്ഥലത്താണ് പോകുന്നത്. വളരെ പ്രാധാന്യം നിറഞ്ഞ ഒരു വലിയൊരു സ്ഥലം തന്നെയാണ്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് എടുത്തു പറയേണ്ട കാര്യം നമ്മുടെ മഹാഭാരതത്തിലെ അശ്വത്ഥാമാവാണ്. അപ്പം അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു തെളിവും ഉറപ്പും ഇന്ന് നമ്മുടെ ഭാരതത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണം ഇല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ നിലവിൽ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം ഒരു 16-17 കിലോമീറ്റർ ഇതിനകത്തേ വരുള്ളൂ. എനിക്ക് തോന്നുന്നൊരു 12 കിലോമീറ്ററിനകത്തേ വരുള്ളൂ. അപ്പോൾ അവിടെ നമുക്കെല്ലാവർക്കും പോയി കാണാനുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അത് ആരെയും പേരിലൊന്നുമല്ല, അത് ഇതിനു വേണ്ടി ഒരു എന്താ പറയുക, ഓപ്പണായി കിടക്കുന്ന ഒരു ഭക്തി സാന്ദ്രത നിറഞ്ഞ ഒരു സ്ഥലം ആണ് അത്. അപ്പോൾ അതുകൊണ്ട് ആർക്ക് വേണം വരാം, അവിടെ എത്ര സമയം വേണമെങ്കിലും ഇരിക്കാം, പോവാം, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ ഒരുപാട് സൂക്ഷിക്കാനുള്ള കാര്യങ്ങളും അവിടെ ഉണ്ട്. കാര്യം നമുക്ക് ഗുണം ചെയ്യുന്നത് പോലെ തന്നെയായിരിക്കും അതിൻ്റെ ദോഷങ്ങളും ഉള്ളത്. അപ്പോൾ നമ്മൾ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ എന്ന നിലയ്ക്ക് നമ്മൾ അത് മനസ്സിലാക്കണം, അതെവിടെ പോയാലും കേട്ടോ. അപ്പം ഇവിടെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ അശുദ്ധമാവ് ശാപം കിട്ടി ഉണങ്ങാത്ത മുറിവുകളുമായാണ് നീറി ഇവിടെ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇവിടെ ഇരിക്കുമ്പം മനസ്സിന് ഒരുപാട് ശാന്തിയും സമാധാനവും കിട്ടുന്നു എന്നാണ് പറയുന്നത്. അപ്പം അവിടെ ചെല്ലുന്ന ഓരോ മനുഷ്യനും അതേപോലെ ആയിരിക്കണം. അവിടെ വളരെ ശാന്തമായ രീതിയിൽ ആയിരിക്കണം. അവിടുത്തെ പെരുമാറ്റ ചിട്ടകളും ഇല്ലെങ്കിൽ അവിടെ നമ്മൾ ചിലവഴിക്കേണ്ട സമയങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കണം. സംസാരിക്കാൻ പാടില്ല, ബഹളം ഉണ്ടാകാൻ പാടില്ല. ക്ഷേത്രം ആണെങ്കിൽ പോലും ക്ഷേത്രത്തിൻ്റെ പൂജാവിധികളൊന്നും അവിടെ നിർബന്ധം അല്ല. മണി കൂടുതൽ അടിക്കാൻ പാടില്ല, അങ്ങനെ ഭജന ചൊല്ലാൻ പാടില്ല, മന്ത്രം ജപിക്കാൻ പാടില്ല. പക്ഷേ നാമം ജപിക്കാം നമുക്ക് നമ്മുടെ മനസ്സിൽ. അല്ലാതെ നമ്മുടെ സൗണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാര്യങ്ങളും അവിടെ ചെയ്യാൻ പാടില്ല. നമുക്ക് ഗുണം ചെയ്യുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ദോഷങ്ങളും ചെയ്യും. നമുക്കവിടെ നിൽക്കാൻ പറ്റില്ല, നമുക്ക് അപകടങ്ങൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം വളരെ ശ്രദ്ധാപൂർവം പോകുന്നവരെല്ലാം ശ്രദ്ധിക്കണം. അപ്പം ഈ ഒരു മഹാഭാരതത്തിലെ ഒരു കണക്ഷനുമായിട്ടുള്ളൊരു മേഖലയായതുകൊണ്ട് തന്നെയാണ്. അപ്പം അതിനത്രയും പ്രാധാന്യം അവിടെ ലഭിക്കുന്നുണ്ട്. വളരെ ആൾക്കാർക്ക് അറിവ് കുറഞ്ഞ ഒരു മേഖല കൂടിയാണ്. എന്നാലും മിക്ക ചാനലുകളും അവിടെ വന്നത് പകർത്തി പുറത്ത് ആൾക്കാരിൽ എത്തിച്ചിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. പക്ഷെ ഇന്നും അവിടെ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്, അതിന് തെളിവുകളുണ്ട്, കണ്ട ആൾക്കാരുണ്ട്. അപ്പോൾ അതേപോലെയുള്ള കുറച്ച് ആൾക്കാരാണ് ഇന്നെൻ്റെ വീഡിയോയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതിൽ തന്നെ ഒരു കൃഷ്ണൻ എന്ന ഒരു വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞ കുറേ കാര്യങ്ങൾ ഇപ്പം ഞാൻ ഇതിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. അദ്ദേഹം ഒരു മിലിറ്ററിയിൽ ജീവനക്കാരനായിരുന്നു. അതിനുശേഷം ഇല്ലെങ്കിൽ ആ സേവനം അനുഷ്ഠിക്കുന്ന സമയത്തൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു അദ്ദേഹം ഈ ഒരു ക്ഷേത്രവും പരിസരവും അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ചിട്ടകളുമായിട്ടൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് പരിചയവും അടുപ്പമുണ്ട്. അതിലൂടെ അദ്ദേഹത്തിന് കിട്ടിയ കുറച്ച് വരസിദ്ധിയായ കാര്യങ്ങളാണ് അദ്ദേഹം എന്നോട് പങ്കുവയ്ക്കുന്നത്. അദ്ദേഹത്തിന് ഇവിടെ നിന്ന് കിട്ടിയ ആയുർവേദത്തിൻ്റെ അമൂല്യമായ രഹസ്യങ്ങൾ അദ്ദേഹം എൻ്റെ അടുത്ത് മൊത്തത്തിൽ അത് പറയാൻ നിന്നില്ല, അതിൻ്റെ കൂട്ടുകളൊന്നും പറഞ്ഞു നിന്നിട്ടില്ല. എന്നാൽ പോലും അദ്ദേഹം ചെയ്യുന്നത് ഇന്ന്
ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ കൂടെ തുറന്നു പറയുകയുണ്ടായി. ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ വെറും 4 മണിക്കൂർ കൊണ്ട്, അല്ല 4 ദിവസം കൊണ്ട് മുൻപാറ പോകുന്നത്. ഇവിടെ വഴിയൊന്ന് ചോദിക്കേണ്ടി വന്നു, അതുകൊണ്ടാണ് ഞാൻ വണ്ടി നിർത്തിയത്. അങ്ങനെ ഈ ക്യാൻസർ പോലുള്ള രോഗങ്ങളെല്ലാം ഇദ്ദേഹം 4 ദിവസം കൊണ്ട് പൂർണ്ണമായും ഫലപ്പെടുത്തും എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ ഇവിടെ 5 വർഷത്തിന് മുമ്പാണ് ഇവിടെ വന്നത്. അപ്പം ഇപ്പോഴ് വഴിയൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നമാണ് ഇപ്പം 2-3 എനിക്ക് ചോദിക്കേണ്ടി വന്നത്. അപ്പോൾ എന്തായാലും ആൾക്കാർ വഴി പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ വന്ന് ഈ ക്ഷേത്രത്തിൻ്റെ അവിടെ വന്ന് ജപവും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്ന അദ്ദേഹത്തിന് കിട്ടിയ ഒരു സിദ്ധിയെക്കുറിച്ചാണ് ഞാൻ ഇപ്പം പറയുന്നത്. അദ്ദേഹം ഒരുപാട് ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് 4 മണിക്കൂർ കൊണ്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതേപോലെ സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് സംസാരശേഷി വീണ്ടെടുത്ത് കൊടുത്തിട്ടുണ്ട്, കേൾവി ശക്തി വീണ്ടെടുത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം അടിവരയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ 4 ദിവസം കൊണ്ട് ഫലമാക്കി കൊടുക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇതിൽ ഈ വീഡിയോ കാണുന്ന ഓരോ പ്രേക്ഷകരെ പോലെയാണ് ഞാൻ. നിങ്ങൾക്ക് എത്രത്തോളം വിശ്വാസം വരും അതേപോലെ എന്നെയും കണക്കാക്കിയാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാകും പോലെയും നിങ്ങൾക്ക് വിശ്വസിക്കും പോലെയൊക്കെ തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. സത്യമാവാം. അദ്ദേഹം ഇത്രയും ഒരു പുണ്യസ്ഥലത്തിരുന്ന് കള്ളം പറയില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും അത് കേൾക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് വൈവിധ്യം നിറഞ്ഞ സംഭവങ്ങൾ അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. പല പുരാണങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞ് പോവുകയുണ്ടായി. അതേപോലെ ഈ മുനിപ്പാറ തന്നെ ഒരു കിണർ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഒരു ഗുഹയും നമുക്കിവിടെ കാണാൻ കഴിയും. ഈ ഗുഹ എന്ന് പറയുന്നത് കടലുമായിട്ടൊരു ലിങ്കുള്ള ഒരു ഗുഹയാണ്. പണ്ട് കാലത്തൊക്കെ ആൾക്കാർ ഈ ഗുഹയിലോട്ട് ഇറങ്ങി പോകും എന്നാണ് ഇവിടെ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മൾ മുന്നോട്ട് പോകും പോലെ തന്നെ നമുക്ക് തിരിച്ച് വരാൻ കഴിയുള്ളൂ. കാര്യം അവിടെ നിന്നുകൊണ്ട് തിരിയാനും അറിയാനൊന്നും പറ്റില്ല. അത്ര സൗകര്യം കുറഞ്ഞൊരു ചെറിയൊരു ഗുഹയാണ്. അതൊക്കെ നമുക്ക് ഇന്ന് കാണാൻ കഴിയും. അതൊക്കെ അവിടെ അതിന് ഡോറൊക്കെ ആയിട്ട് ലോക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്തും കാണാനൊക്കെ പറ്റും. വേറെ ആരെയും ഒരു തടസ്സപ്പെടുത്തുന്ന ഒരു സംഭവങ്ങളൊന്നും എനിക്കവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ആർക്ക് വേണമെങ്കിലും പോയത് കാണാൻ കഴിയും. പക്ഷെ അവിടെ പാലിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മളെ ഈ ഇതിഹാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഫസ്റ്റ് ടേണിംഗ് പോയിൻ്റാണ് ഇപ്പോൾ ഞങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഈ കടലിനും കായലിനും ഇടയ്ക്കാണ് ഇദ്ദേഹം തപസ് ചെയ്യുന്നത്. ആ ഒരു കടലിൻ്റെയും കായലിൻ്റെയും നടുവിലിരുന്ന് തപസ് ചെയ്യുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ആ രോഗശാന്തിക്ക് ഏറ്റവും കൂടുതൽ സുഖം പ്രാപിക്കുന്നത്. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഈ സ്ഥലം തിരഞ്ഞെടുത്തത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സീ ലെവല് നല്ല ഹൈറ്റിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമുക്കത് നോക്കാം. വണ്ടി ഇവിടെ വെച്ചോട്ട് വളരെ തിരക്ക് കുറഞ്ഞ സ്ഥലമായതുകൊണ്ട് കുഴപ്പമില്ല. റോഡിന് അടുക്കിനാലും കുഴപ്പമൊന്നുമില്ല. നല്ലൊരു കിടിലം ദ്വീപ് കാണിച്ചു തരാം. നമ്മളീ നേരെ കാണുന്നത് കടലാണ്. അതിലൊരു ബോട്ടൊക്കെ പോകുന്ന നമുക്ക് കാണാൻ കഴിയും. താഴെ ഒരു അഗാധമായ ഒരു കൊക്കയാണ്. മനസ്സിലായില്ലേ? വളരെ നല്ല ഒരു കാഴ്ചയ്ക്ക് യോഗ്യമായ സ്ഥലമാണ്. ആ ഒരു കടലിൻ്റെ ഒരു വ്യൂ കണ്ടോ? നല്ല ഹൈറ്റിൽ നിന്നാണ് കേട്ടോ നമ്മളിപ്പോൾ കടലിൻ്റെ വ്യൂ കാണുന്നത്.
ഈ മുനിപ്പാറ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് അതിന് ഒരു ബാക്ക് സൈഡിലാണ് നമ്മൾ ഈ ഒരു കടൽ കാണുന്നത്. ഇതാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം. ഇതാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം. ശ്രീ അശ്വത്ഥമാവ് മുനിപ്പാറ സംരക്ഷണ സമിതി. ഇതുവരെ നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ കയറി കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഈ കാണുന്നത് ഒന്ന് കിണറും ഒന്ന് ഗുഹയുമാണ്. അതേപോലെ ഇവിടെ നിന്ന് മുന്നോട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്. നേരെ കാണുന്നത് കായലാണ്. ഈ കാണുന്നത് പാറയാണ്. മുനിപ്പാറ എന്ന പേരിൽ അറിയപ്പെടുന്ന പാറ. നല്ല ഹൈറ്റാണ്. അപ്പം വലേ സൈഡ് കാണുന്ന കിണറും ഇടേ സൈഡ് കാണുന്നത് ഗുഹയാണ്. ഈ ഗുഹയ്ക്ക് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലുമായിട്ട് കണക്റ്റിംഗ് എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. അശ്വത്ഥമാവ് ഇതുവഴി ഇറങ്ങി കടലിലോട്ട് പോയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പം ഞാൻ അത് തുറന്ന് നോക്കി. അതേപോലെ അടച്ചു. നമുക്ക് തുറക്കുന്നത് കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അതേപോലെ ഇത് കിണറാണ്. കരിയില വിഴാതിരിക്കാൻ വേണ്ടിയാണ് ഇവരിങ്ങനെ ഒരു ഗ്രില്ലൊക്കെ ചെയ്തിട്ടേക്കുന്നത് മുകളിൽ. എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഒറ്റയ്ക്ക് ശരിക്കും ഇവിടെ വന്നാൽ നമുക്ക് പേടി തോന്നും. കാര്യം ഇവിടുത്തെ ഒരു ഗ്രീനറിയും സീനറിയൊക്കെ അങ്ങനെയാണ്. മരങ്ങളൊക്കെ നമ്മളെ പേടിപ്പെടുത്തുന്ന രീതിക്കാണ് വെച്ചേക്കുന്നത്. ആൽമരത്തിൻ്റെയൊക്കെ ഒരു ഭീകരത കണ്ടോ. അപ്പോൾ ഒരു ആത്മീയമായ ഒരു വളരെ വലിയൊരു സ്ഥലം തന്നെയാണ് ഈ മുനിപ്പാറ. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ഇവിടെ തപസ് അനുഷ്ഠിക്കാനാണ് അല്ലേ. നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള കുറേ ആൾക്കാർ ഇപ്പോഴും നമ്മുടെ ഭാരതത്തിലും കേരളത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഇവിടെ വന്ന് തപസ് അനുഷ്ഠിച്ച് മണിക്കൂറോളം ഇരുന്ന് തപസ് അനുഷ്ഠിച്ചതിന് ശേഷം തിരിച്ച് പോകുന്നുണ്ട്. മനഃശാന്തി, രോഗശാന്തിയൊക്കെ നമുക്ക് ഇതിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. മനഃശാന്തി നേടാനും പറ്റും, രോഗശാന്തി മാറ്റാനും കഴിയും. അതേപോലെ ഈ മരത്തിൽ മണികളാണ് കെട്ടിയിരിക്കുന്നത്. ഈ മണികളൊന്നും ഇവിടെ പൂജാ സമയത്തോ ഇല്ലെങ്കിൽ വരുന്നവർക്കോ ഒന്നും അങ്ങനെ കിലുക്കാൻ പാടില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു കാര്യം. ഇവിടെ വളരെ ആഡംബരങ്ങളൊന്നും പാടില്ല. ഇവിടെ വളരെ സൈലൻ്റ് ആയിരിക്കണം. ഇവിടെ ഒരു പുതുമോടി ഇല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് നമുക്ക് ഇവിടെ ഒന്നും ചിന്തിക്കാനോ ചെയ്യാനോ പാടില്ല. നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകും. അതാണ് നമ്മുടെ കായൽ കേട്ടോ. ഈ കായലിനും ബാക്കിലുള്ള കടൽ നേരത്തെ ഞാൻ കാണിച്ചു. ഈ കടലിനും ഇടയ്ക്കാണ്
വിശുദ്ധമാവ് തപസ് അനുഷ്ഠിക്കുന്നത്. അദ്ദേഹത്തിന്റെ വ്രണങ്ങൾക്ക് ഒരു രോഗശാന്തി കിട്ടാൻ വേണ്ടി, ഇല്ലെങ്കിൽ ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അതിനുശേഷം ഇദ്ദേഹം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദീപാരാധന സമയത്ത് അവിടെ എത്തും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലുപരി ഇവിടെയുള്ള കുറച്ച് ആൾക്കാരെ എനിക്കിവിടെ വന്നപ്പം പരിചയപ്പെടാൻ കഴിഞ്ഞു. അപ്പോൾ അവരുടെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ ഇതിൽ കൂടി ഉൾപ്പെടുത്തുന്നതാണ്. പിന്നെ ഇതിൻ്റെ താഴേക്ക് പോകാനുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പം അവിടെ വളരെ മൃതശുദ്ധി ഇല്ലാതെ പോയി കഴിഞ്ഞാൽ അപകടങ്ങൾ സംഭവിക്കും. ഏറ്റവും കൂടുതൽ പാമ്പാണ് അവിടെ ഉള്ളത്. മൃതശുദ്ധി ഇല്ലാതെ പോയാൽ ആ പാമ്പ് നമ്മുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടും. നമ്മളെ അങ്ങോട്ട് കടത്തി വിടില്ല. അതുകൊണ്ട് പേടിച്ച് നമ്മൾ വേറെ വല്ല വഴിയും തിരഞ്ഞെടുത്ത് അപകടത്തിലോട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ അവിടെ പോകാമായിരുന്നു. ഇവരുടെ ഒരു സഹായമൊക്കെ എനിക്ക് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും ഞാൻ അവിടെ ഇറങ്ങിയിട്ടില്ല. പൗർണമിക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ വിളക്ക് കത്തിക്കാൻ ആൾക്കാർ പോകുന്നത്. പിന്നെ ഈ കാണുന്നത് എന്നോളം ഉയരമുള്ള കൽവിളക്കാണ് കേട്ടോ. ഒരു ആത്മശാന്തി നിറഞ്ഞ ഒരു ആത്മീകമായ ഒരു ചുറ്റുപാടിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അതിൻ്റെ ഒരു സുഖം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. പക്ഷേ ഇവിടെ വളരെ സൈലൻ്റാണ്, ആരും സംസാരിക്കുന്നില്ല. അതേപോലെ വരുന്നവരെല്ലാം ഈ കാര്യം അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ വരുന്നത്. ഏറ്റവും കൂടുതലും വരുന്നത് ഇവിടെ ഉള്ളവരൊന്നും അല്ല കേട്ടോ, വളരെ ദൂരം നിന്ന്. ഞാൻ ഇവിടെ വന്നപ്പം തൃശ്ശൂരിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരൊക്കെ എനിക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞു കേട്ടോ. അദ്ദേഹം ഇങ്ങനെയൊക്കെ കറങ്ങി അടിച്ചൊക്കെ ഇവിടെ ഇത് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതേപോലെ വളരെ ഒരു റയറായിട്ടുള്ളൊരു പ്ലേസാണിത്. അപ്പം വരുന്നവർ സൂക്ഷിക്കണം. കഴിയുന്നതും പേടിയുള്ളവർ വരാതിരിക്കുക. പിന്നെ വൈകുന്നേരവും രാവിലെയൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ പൂജാകർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് പൂജാരിയും മറ്റാൾക്കാരൊക്കെ കാണും. ഞാൻ ഇടയ്ക്ക് വന്നപ്പോൾ ഞാനും എൻ്റെ ഒരു സുഹൃത്തുമായിട്ടാണ് ഒരു 5 വർഷത്തിന് മുമ്പ് വന്നപ്പോൾ എനിക്ക് വളരെ പേടി തോന്നി. നമുക്ക് താഴോട്ടിറങ്ങാനും ഇവിടെ നിന്ന് കാഴ്ച കാണാനൊക്കെ മനസ്സിന് ഭയങ്കര പേടിയായിരുന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് പോവാം എന്നുള്ളൊരു മനസ്സിലൊരു തോന്നലായിരുന്നു, പേടിയുണ്ട്. ഇപ്പം ഇന്ന് ഞാൻ വന്നപ്പോൾ ഞാൻ ഇവിടെ ആൾ കാണും എന്നുള്ള രീതിയിലൊന്നും അല്ല വന്നത്. അങ്ങനെ വന്നപ്പോൾ ഇവിടെ എനിക്ക് ഒരുപാട് ആൾക്കാരെ കാണാൻ കഴിയും. അപ്പം അതുകൊണ്ട് ഈ പേടിയങ്ങ് മാറി. എല്ലാവരും മണിക്കൂറുകളോളം ഇവിടെ ചിലവഴിച്ചിട്ടിരിക്കുന്ന ആൾക്കാരെ എനിക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടുത്തെ നേട്ടങ്ങൾ കൈവരിച്ച കുറച്ച് ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ ഞാൻ കൂടി പറഞ്ഞു തരാം. അപ്പം മുനിപ്പാറ എന്ന് പറയുന്ന ഒരു ക്ഷേത്രം തന്നെയാണ്. മുനിപ്പാറ എന്ന് പറയുന്നത് ഈ ഒരു യുദ്ധം നടന്നല്ലോ, മഹാഭാരത യുദ്ധം നടന്നപ്പോൾ ഈ അശ്വസ്ഥാൻമാവ് പോയിട്ട്, അതായത് കൃഷ്ണന്റെ മറുപക്ഷത്തിലാണ് നിന്നത്. ഇവിടെ വന്ന് കുറച്ചുപേരെ രാത്രി വന്ന് കൊന്നു കളഞ്ഞപ്പോൾ കൃഷ്ണനർത്ഥം കൊണ്ട് ഇങ്ങനെ ശപിച്ച് 5000 കൊല്ലം നീ ഇവിടെ ഇന്ന സ്ഥലത്ത് പോയി വസിക്കും എന്ന് പറഞ്ഞ് ശിക്ഷ കൊടുത്ത് വിട്ടതാണ്. അങ്ങനെ ഇവിടെ വസിക്കുകയാണ്. ഇവിടെ ആളുണ്ട്, ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്, ഒരുപാട് പേർക്ക് ഗുണമുണ്ട്. അങ്ങനെ അദ്ദേഹം ഇവിടെ വസിക്കുകയാണ്. ശാപം, കൃഷ്ണന്റെ ശാപം കൊണ്ടാണ് 5000 കൊല്ലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 5000 കൊല്ലം എന്ന് പറയുമ്പോ ഭഗവാന്റെ കണക്കിന് ചിലപ്പോ ഇനി 50000 കൊല്ലം എന്ന് പറഞ്ഞൂടാ. പല രൂപത്തിലുണ്ട്, പല രൂപത്തിൽ കണ്ടവരുണ്ട്. പേരിൽ പറന്നു പോണ എന്റെ ചേട്ടൻ കണ്ടിട്ടുണ്ട്. എന്റെ ചേട്ടൻ പലരെയും കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ ഭജനയൊക്കെ നടത്തുമായിരുന്നു ഒരു സമയത്ത്. പക്ഷെ ഇവിടെ ഭജനയൊന്നും നടത്താൻ പാടില്ല. ശബ്ദം പാടില്ല. വളരെ ശാന്തമായിരിക്കും. നമ്മൾ സംസാരിക്കുന്നത് തന്നെ ശരിയല്ല. ഇവിടെ വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് അവർ പോകുമ്പോൾ ആരായിരുന്നാലും അവരെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ആത്മീയ മാർഗം കറക്റ്റായിട്ടുണ്ടായിരിക്കും. പണ്ട് ഇവിടെ ഓരോ പാർട്ടിക്കാർ പിരിച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് മാറി ആ സൈഡിൽ അന്ന് അവിടെ വീടൊന്നുമില്ല. അവിടെ പരിപാടി നടത്താൻ വേണ്ടി അവരിവിടെ തുടങ്ങുന്ന മഴ അത് അവരിവിടുന്ന് ഊരിക്കൊണ്ട് പോണത് വരെ തോഴില്ല.
തരില്ല. ഏത് സമയത്തായിരുന്നാലും ശരി ഭയങ്കരമായ മഴയായിരിക്കും. അങ്ങനെ അവർ 2-3 കൊല്ലം മഴയില്ലാത്ത കാലത്തും തുടങ്ങാൻ ശ്രമിച്ച് എന്നിട്ട് സമ്മതിച്ചില്ല. അല്ലല്ല, പിന്നെയും ശ്രമിച്ച് 1-2 പ്രാവശ്യം ശ്രമിച്ച് ഇവിടെയൊന്നും സൗണ്ട് പാടില്ല. ചെന്ന് ചോദിച്ചറിഞ്ഞ് വന്നപ്പോ ഇവിടെയൊന്നും സൗണ്ട് പാടില്ല. ഇവിടെ ഈ പാറയിൽ തന്നെ വെള്ളം ഇവിടെ വന്ന് മുങ്ങി താന്ന് കടൽ വരെ പോയിട്ടുണ്ട്. അതിപ്പോ ഇവിടെ കുളമായിട്ട് കിടക്കുകയാണ്. അതാണ് നമ്മളെ ഗ്രില്ലിട്ട ഈ പാറയുടെ അത് കണ്ടത്. ഈ കിടക്കാത്ത ആരോ നോക്കിയപ്പോ ഒരാൾ അവിടെ ചെയ്യുന്നതായിട്ട് എല്ലാവർക്കും കാണാൻ കഴിയുന്നത് വിശ്വാസികൾ ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും. അല്ലല്ല, ഞാനിവിടെ വന്നിരുന്ന രാത്രി 8:45 മണിയായി. മഴ ഒരു 5 മിനിറ്റ് തോന്നുന്നു. ഞാൻ അല്ലേ കുടുങ്ങി നേരെ വന്നപ്പോഴത്തേക്ക് ഒരു സ്വാമി അവിടെ ഇരുന്നു. ഒരു തലമുടി പോലും കറുപ്പില്ല, അത്രയും താടിയുണ്ട്. ഈ രാജേന്ദ്രന്റെ 3/4 ഭാഗമുള്ള വണ്ണം, അത്രയും പൊക്കമില്ല, കറുത്ത എന്നെ കണ്ടതും തിരിച്ച് അങ്ങോട്ട് താഴെ. അങ്ങനെ ഇപ്പൊ ഇവിടെ കൈമറിഞ്ഞ് ദൈവം തന്നെ ഇപ്പൊ ഇവിടെ ദൈവം തന്നെ അവകാശി. എല്ലാവർക്കും ഇവിടെ വരാൻ, വിളക്ക് എത്തിക്കാൻ, പൂജ ചെയ്യാൻ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരുപാട് പലതും കണ്ടിട്ടുണ്ട്. പലതും അത് ഞാനും കേട്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. ഇത് രാത്രി എത്ര 8:45 മണിയായി. 8:45 മണി. ഭയങ്കര മഴ. എനിക്ക് എന്നെ പറയാൻ പറ്റാത്ത ഒരു അനുഭവം. 5 മിനിറ്റ് മഴ തോന്നുന്നു. ഒരാള് സംസാരിക്കും. കുഴപ്പമില്ല പറഞ്ഞോളൂ. ഞാൻ ഇവിടെ പാറ, ഈ പാറ ഇപ്പോ ഒരു 20 കൊല്ലം കൊണ്ട് ഒരു 5 അടി പൊങ്ങിയിട്ടുണ്ട്. മുമ്പ് നല്ല നിരന്ന് കിടന്നാണ്. ഇത് അവിടെ എന്തോ അത്ര കുഴി നോക്കി ഇവിടുന്ന് അവിടെ ചാടിയിട്ടുണ്ട് ഒരാൾ. നല്ല പൊങ്ങി, അത്ര പൊക്കം ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ ഇങ്ങനെ പൊങ്ങി. ഇവിടെ എല്ലാം നല്ല നിരപ്പ് പോലെ ഇരുന്നാണ്. അങ്ങ് താഴെ ഇറങ്ങാനൊക്കെ ഒരു പ്രയാസമല്ലേ. ഇപ്പോഴും വളരെ പ്രയാസപ്പെട്ടോളാം താഴെ ഇറങ്ങുന്നത്. അത്രയ്ക്ക് മാത്രമേ ഈ പാറ പൊങ്ങിയിട്ടുണ്ട്. ഇനിയും ഇത് ക്രമേണ ഉയരും. പൊങ്ങിക്കൊണ്ടിരിക്കും. പിന്നെ അവിടെ താഴെ കുറച്ച് പാറ അടിച്ചു വെച്ചിട്ടുണ്ട്. പത്മനാഭ സ്വാമി ക്ഷേത്രം പണിയാൻ വേണ്ടി ഇവിടെ നിന്ന് കുറച്ച് പാറ അടിച്ച് അവിടെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇവിടെ നിന്ന് ആരുമൊക്കെ അവരെ ഓട്ടിച്ചെന്നാണ് പാറ എടുക്കാവുന്ന ആളല്ല. അപ്പുറത്തൊക്കെ കുറച്ചടിച്ച് ഒരുപാട് അടിച്ചിട്ടുണ്ട്. വലിയ മലയായിരുന്നു, അതൊക്കെ അടിച്ചിട്ടുണ്ട്. അതിന്റെ പൊടിയൊക്കെ എപ്പോഴും കിടക്കും. അപ്പോൾ ഇവരെ ഓട്ടിച്ച് ഇവർ ആയുധങ്ങൾ വരെ ഇവിടെ കളഞ്ഞിട്ട് പോയെന്നാണ് പറയുന്നത്. ആയുധം എടുക്കാതെ പോയി ആയുധങ്ങളൊക്കെ ഈ ഇടക്കാലത്തൊക്കെ ഇവിടെ നിന്ന് കിട്ടിയിട്ടപ്പോൾ പറയുന്നത് ഭയങ്കര ശക്തിയാണ്. ഞാൻ ഒരു കാഞ്ഞിരത്തിന്റെ അടുത്ത് നിന്നപ്പോൾ അവിടെ അവരൊന്ന് പോയപ്പോ കാണാം ഒരു ഇത്ര കനമുള്ള ഒരു കല്ലിലുള്ള കട്ടിൽ, ഒരു കസേര, അതായത് ഈ കൈപിടിയില്ലാത്ത ഇതില്ലാത്ത കസേര, അതിങ്ങനെ പുറകിൽ മാത്രം ഇങ്ങനെ ഉള്ളതുണ്ടല്ലോ, മുമ്പൊക്കെ ഉള്ളതായി കസേര ഈ കല്ല് കൊണ്ടാരിങ്ങനെ പണി നിൽക്കുന്നതായിരിക്കും. എന്നാ ഒരു 5 വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇവിടെ ആരും പണിഞ്ഞിട്ടല്ല, ഇത് പിന്നെ എനിക്ക് ദർശനം തരണം. ഒരു പക്ഷി ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ആരെങ്കിലും ഒരു പക്ഷിയല്ലാതെ കുറച്ച് പക്ഷികൾ കൂടുതലുണ്ട്. ഒരു കാക്കി കളറാണ്, കുറച്ച് നീളമൊക്കെ. കാക്കി പോലത്തെ കാവി കളർ എന്ന് ചോദിച്ചത് അതിങ്ങനെ ഒരുപാടെണ്ണം അവിടെ താഴെയും ഇവിടെയൊക്കെ വരും. ഒരു പയ്യൻ ഇവിടെ ഉള്ളൊരു പയ്യൻ, ഞാൻ ഇവിടെ ഇരുന്നപ്പോ അന്ന് പാറൊന്നും പൊങ്ങിയിട്ടില്ല, എന്റെ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ തട്ടയൊക്കെ ചെയ്തു. ഉടനെ ആ പക്ഷി ഇവിടെ വന്നിട്ടുണ്ട് ആ മരത്തിൽ. അതന്ന് ഇങ്ങനെ ഉണങ്ങിയിട്ടില്ല, അന്നിങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. അതിൽ വന്നിരുന്നിട്ട് കഴിച്ചു പോടാന്ന് പറഞ്ഞിട്ട് അത് പോയി. കുറച്ച് കഴിഞ്ഞപ്പോ ഇങ്ങനെ തന്നെ ഞാൻ അവരുടെ മിണ്ടായിരുന്നു പറഞ്ഞു. അവന് സമ്മതിക്കില്ല. അങ്ങനെ ഒരു പയ്യൻ എന്നിട്ട് വന്ന് ഭയങ്കര വഴക്ക്. കഴിച്ചു പോവാനല്ലടാ പറഞ്ഞത്, കഴിച്ചു പോടാ എന്നാ പറഞ്ഞു. അപ്പൊ അവൻ്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞത് കേട്ടാ. സാധം മനുഷ്യൻ സംസാരിക്കുമ്പോലെ ഒരു ഓട്ടമില്ല. ഈ പിന്നെ ഈ ഇന്ന സ്ഥലത്ത് എന്തോ ഒരു പേരൊക്കെ പറഞ്ഞു. ആ ഇടയ്ക്ക്
കടലിന്റെയും കായലിന്റെയും ഇടയ്ക്ക് നീ ഇന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ പോയി 5000 കൊല്ലം വസിക്കാൻ പറഞ്ഞു. അതായത് ഇദ്ദേഹം പിന്നെ എതിര് പാർട്ടിയിലുള്ള രണ്ടു മൂന്ന് പേര് ചവിട്ടിക്കൊന്നു. മഹാഭാരത യുദ്ധം നടക്കുമ്പോഴാണ്. ഇദ്ദേഹത്തിന്റെ രൂപമാണെങ്കിൽ മനുഷ്യന്റെ രൂപം, തലയാണെങ്കിൽ കുതിരയുടെ കുതിരയുടെ തലയാണ്. ഇപ്പം ഇവിടെ ഇപ്പൊ കടലെന്ന് പറയുമ്പോ നമുക്ക് ഇതിന്റെ ബാക്ക് ഭാഗം ബാക്ക് ഇവിടെ ഈ മരങ്ങളായോണ്ടാണ് ആണ്. അപ്പൊ ഈ കായല് കായൽ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഈ കാണുന്നത്. അപ്പൊ ഇതിനിടയിലാണ് തപസ് അനുഷ്ഠിക്കുന്നത്. ആയിട്ടില്ല. അതെ. പണ്ടൊരാള് കുറച്ചു കാലം മുമ്പ് അയാൾ വെള്ളാടി രാവിലെ സൈക്കിൾ വൈകുന്നേരം വരെ അതിലിപ്പം മുരുകൻ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. മുരുകൻ അവിടെ താഴെ കുന്നംപാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, മുരുകൻ ക്ഷേത്രം. അങ്ങനെ മുരുകൻ എന്തോ കാരണവശാൽ ഇവിടെ വന്ന് വസിച്ചെന്നാണ് പറയുന്നത്. അപ്പൊ അവിടുന്ന് ഇവിടെ വന്ന് പിന്നെ താളവും മേളവും ഒക്കെ ചെയ്ത് അവർ ഇവിടെ നിന്ന് അങ്ങ് കൊണ്ടുപോയെന്നൊക്കെയാണ് പറയാനുള്ളത്. ഈ മരം അവിടെ ഒരു പാറയുണ്ട്, വലിയൊരു പാറ. അതിന്റെ മുകളിൽ ഒരു പയ്യൻ കയറിയപ്പോഴാണ് ഞാൻ പറഞ്ഞു അതിൽ കെടുത്തു നിന്നാണ്, പൊടിച്ചു നിന്നാണ്. ഞാൻ പറഞ്ഞു അതിന് പറിച്ചിടാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി പറിച്ചിട്ട് ഞാനിവിടെ കൊണ്ടുവന്ന് തോണ്ടി നട്ടതാണ്. പിന്നെ വേറെ ഒന്നും കൂടെ കൊണ്ടുവന്ന് നട്ട് 2 എണ്ണമാണ് ഞാൻ നട്ടതാണ്. പിന്നെ ഇവിടെ നേരത്തെ പൂജിക്കുന്ന ഒരു സ്വാമി ഉണ്ടായിരുന്നു. ആ സ്വാമി ഇങ്ങനെ ഇതിന്റെ പിന്നെ ഇത് പിന്നെ വിഴു ഇങ്ങനെ വരുമല്ല പള്ളി, അതിനെ ഒന്നിനെ പിടിച്ച് അങ്ങോട്ട് വെച്ച് ഒന്നിനെ പിടിച്ച് അങ്ങോട്ടാക്കി. അതങ്ങേരെ ജോലിയായിരുന്നു. ഒന്നിനെ ഇങ്ങോട്ടാക്കി ഇങ്ങനെ ഒരു വലിയ ഭംഗി വരും. അങ്ങേരാണ് ഇതിന്റെ മുകളിൽ കൂടെ ഒക്കെ ഇങ്ങനെയൊക്കെ. എന്നിട്ട് അങ്ങേര് പറയും അങ്ങേരാണ് നട്ടതെന്നൊക്കെ ആളുകളോടൊക്കെ പറയും. എന്നോടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നട്ടതെന്ന് അറിയാൻ ചെയ്യാൻ എന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഒരു കിണർ അവിടെ കാണപ്പെട്ടു. കിണറിന്റെ ഒരു ഐതിഹ്യം എന്തുമായിട്ട് മുനി ഇവിടെ നിന്ന് മുങ്ങി ഈ അശ്വസ്ഥാത്മാവ് ഈ പാറയെ കൂടെ മുങ്ങിയിട്ട് പിന്നെ അവിടെ വരെ പോയെന്നാണ് പറഞ്ഞത് കടലില്. അങ്ങനെ ഇപ്പുറത്തുള്ള അടുത്തൊരു ഗ്രില്ലിട്ടേക്കുന്ന ഒരു കിണർ പോലെ ഉള്ള സംഭവം അത് രണ്ടും അങ്ങനെ ഉള്ളതാണ്. അതിൽ അങ്ങനെ എപ്പോഴും വെള്ളം കാണും. മുമ്പൊക്കെയാണെങ്കിൽ ഇറങ്ങി കോരിക്കൊണ്ടിരുന്നു ആണല്ലേ. എപ്പോഴും അതിന് അടപ്പൊക്കെ ഇട്ട് ഇലവിടാതിരിക്കാനൊക്കെ അടപ്പൊക്കെ ഇട്ടു. അപ്പോൾ അതിനുശേഷമാണ് ഇദ്ദേഹം ഇപ്പം വന്നത്. ആരും ഇവിടെ നിയമിക്കുന്നു. ഇവിടെ വരിക, പൊങ്കാലയിടുക. പാമ്പിനൊക്കെയാണ് ഇവിടുത്തെ പാമ്പിനൊക്കെ ഒരുപാട് പൊങ്കാലയാണ്. പണ്ടൊക്കെ കാലത്ത് ഒരു വൈകുന്നേരം വരെ പൊങ്കാലയാണ്. നമ്മുടെ സർക്കാരിന്റെ മേൽനോട്ടത്തിൽ ഒന്നും വരില്ലല്ലോ അല്ലേ? ഇല്ല, ആരെയും മേൽനോട്ടം ഒന്നും ഇവിടെ ഇല്ല. അത് ചെന്നപ്പോൾ എന്നെ മിലിറ്ററിയിൽ വീണ്ടും വിളിച്ചു. പഴയ സർട്ടിഫിക്കറ്റൊക്കെ എക്സാമ്പിളറിയൊക്കെ വെച്ചിട്ട് വിളിച്ചു. എനിക്ക് അവിടെ ജോലി കിട്ടി. അവിടെ ഞാൻ അപ്പോൾ ജോലി എനിക്ക് മാറ്റി തന്നു. ആ ജോലി കിട്ടിയപ്പോൾ കോടിക്കണക്കിന് തന്നു. അവിടെ നിന്ന് പറ്റിച്ചൊന്നുമല്ല, വസ്തുക്കളൊക്കെ കിട്ടി. കുറച്ച് വസ്തുക്കളൊക്കെ കിട്ടി. അതിനൊക്കെ നല്ല നിലയ്ക്കൊക്കെ കിട്ടി. അനുഗ്രഹം കൊണ്ട് തന്നെയായിരിക്കും. ഞാനൊരു വൈദ്യനാണ്. വൈദ്യൻ എന്ന് പറഞ്ഞാൽ ദൈവം ഇത്രയും വലിയ വൈദ്യന ലോകത്തൊന്നും വെച്ചാണില്ല. ഹാർട്ടിന്റെ ബ്ലോക്ക് 4 മണിക്കൂർ കൊണ്ട് കറക്റ്റായിട്ട് മാറിയിരിക്കും. ഹാർട്ടിന്റെ എത്ര സീരിയസ് കേസ് ഉണ്ടെങ്കിൽ 4 മണിക്കൂർ അതിനുള്ള മരുന്ന് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ ക്യാൻസർ 4 ദിവസം കൊണ്ട് മാറും. അതായത് ഈ പാർസൊക്കെ തിന്നോണ്ടിരിക്കുന്ന ഒരു ക്യാൻസർ ഒന്നല്ല, ക്യാൻസർ ഒരുപാട് ക്യാൻസർ. ഒന്ന് ഈ പാർസുകളൊക്കെ തിന്നു തീർക്കുന്ന ക്യാൻസർ അവയവങ്ങൾ, അത് തിന്ന് തീരാറാകുമ്പോഴേ അറിയും. ആരോഗ്യത്തിനൊന്നും തെറ്റുവരില്ല. എന്തെങ്കിലും കാരണവശാൽ ചിലപ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യം വരുമ്പോൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും ക്യാൻസർ ആകും. അങ്ങനെ 3-ാം ഘട്ടത്തിലും 4-ാം ഘട്ടത്തിലും ഒക്കെയാണ് അറിയുന്നത്. 4-ാം ഘട്ടമൊക്കെ ആയി പോയാൽ പിന്നെ രക്ഷപ്പെട്ടില്ലെന്നാണ് പറയുന്നത്. ചിലപ്പോൾ നമ്മളെ മരുന്നിൽ ചിലപ്പോൾ രക്ഷപ്പെട്ടു. ആയുർവേദം ആണോ? എന്റെ ഒരു മരുന്നാണ്. 4 ദിവസം കൊണ്ട് അണുക്കളെല്ലാം ചത്തിരിക്കും. ഒരുപാട് കോടി അണുക്കള് ഈ ശരീരത്തിലുണ്ടാവും. ആർക്കും അറിഞ്ഞൂടാ. ഒരു അണു 1 മണിക്കൂറിൽ 50 അണുവിനും ഉണ്ടാകും. ആ 50 അണു അതുപോലെ 50 ഉണ്ടാകും. അപ്പോ
ഈ കോടിയാവാൻ ഒരു 2-3 ആഴ്ചക്കകത്ത് അതൊക്കെ കോടിക്കണക്കിന്. അങ്ങനെ ഞാൻ ആൾ തീർന്നു. ഇതിനെ കീമോ ചെയ്തിട്ടോ ലൈറ്റ് അടിച്ചിട്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ മരുന്ന് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞപ്പോ അവര് നമ്മുടെ മരുന്ന് എന്തൊന്നും ചോദിക്കുന്നില്ല. ചോദിച്ചാലേ പറ്റും. ക്യാൻസർ വെല്ലുവിടുന്നൊക്കെ ഞാൻ സുഖപ്പെടുത്തിട്ടുണ്ട് ഒരുപാട്. പക്ഷെ അവര് കൊടുക്കും. ഞാൻ പറയാം ടെസ്റ്റ് ചെയ്യാൻ പോരുതെന്ന്. അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകും. അവരെന്നാലും നമ്മളെ വിശ്വസിക്കാതെ ചെന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോ ഇതൊന്നും കഴിച്ചെന്ന് എന്നെ കഴിവുന്നു. നാട്ടിൽ എത്ര പേർക്ക് മരുന്നുണ്ട്? ഒരുപാട് പേർക്ക് കൊടുക്കും. എല്ലാം 4 മണിക്കൂർ ദൈവികമായി കിട്ടിയ ഒരു അനുഗ്രഹം, ദൈവശക്തി തന്നെ. അല്ലാതെ പിന്നെ 3 ആള് സംസാരിക്കും. കാട്ടാക്കട പഞ്ചായത്ത് മെമ്പർ വേണു എന്ന് പറയും. അയാളുടെ മകളെ വെടിവെച്ചാൽ പോലും കേൾക്കും. അതിനൊന്ന് കേൾപ്പിക്കാൻ വേണ്ടി അയാൾ ഇവിടെ എല്ലാം കൊടുത്തതാണ്. എന്നിട്ട് അയാളുടെ ബന്ധുക്കൾ വന്ന് നമ്മുടെ അടുത്ത് വന്ന് മരുന്ന് വാങ്ങിച്ചിട്ട് ഒരു അസുഖമൊക്കെ മാറിയപ്പോൾ പറഞ്ഞു, നിങ്ങളെ മകളെ കൊണ്ടുവന്ന് കറക്റ്റായിട്ട് അത് കേൾക്കാൻ കാട്ടാക്കട പഞ്ചായത്ത് മെമ്പർ വേണം. പിന്നെ ആ കുട്ടിയുടെ കല്യാണം നടന്നിട്ടിപ്പോൾ 3-4 കൊല്ലമായി. അവിടെ ഈ പങ്കജാസുരി ഇരിക്കണതിൻ്റെ അടുത്തായിരുന്നു പുള്ളിയുടെ വീട്. അപ്പൊ അവിടെ നിന്നൊക്കെ വിറ്റ് വേറെ എവിടെ പോയി സ്ഥലം മാറ്റിയതിന് ശേഷമാണ് അതിനെ കല്യാണം കഴിച്ചത്. എന്ന് പറഞ്ഞാൽ നേരത്തെ ഊമക്കുട്ടിയായിരുന്നെന്ന് അറിയണ്ടല്ലോ. ഈ ഉദ്ദേശത്തിലാണ്. ഇവര് വീട് വിറ്റപ്പം കിട്ടിയ 5 ലക്ഷമാണ്. കുറച്ച് ദിവസമായി. കാട്ടാക്കടയുടെ അങ്ങോട്ടാണ് അവിടെ വീട് ഇപ്പം എന്തോന്ന് പുലിപ്പാറ എന്തൊക്കെ പറയും. വീട് വിറ്റിട്ട് 5 ലക്ഷം കിട്ടിയിട്ടുണ്ട്. 7,30,000 രൂപ ഒരു ആശുപത്രി കെട്ടിവെച്ച് ആ കൊച്ചിനെ ആപ്പറേഷൻ ചെയ്ത് സംസാരിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടിരിക്കുക. അപ്പോൾ ഈ 5 ലക്ഷം കൊണ്ട് പറ്റില്ലല്ലോ. 7,30,000 രൂപ. അവിടെ ഞാൻ അവിടെ കൊണ്ടിരുന്നു. അവർ ഇത് TV യിൽ കാണിച്ചു. കൈരളി TV കോട്ടയ്ക്കകത്ത് കിടന്നപ്പോഴേ അത് ഞാൻ കണ്ടുകൊണ്ട് നോക്കിയപ്പോൾ നമ്പരൊന്നും കാണാനില്ല. പിന്നെ ഞാൻ അവിടെ ചെന്ന് ഈ പ്രോഗ്രാം നടത്തുന്ന ആളിനെ കണ്ടുപിടിച്ച് 2 ദിവസം നടന്നു. എന്നിട്ട് അങ്ങേര് ഈ കുട്ടിയുടെ അമ്മയുടെ നമ്പർ അവരെ വിളിച്ചു. അപ്പൊ അവരെന്നോട് ആദ്യം ചോദിക്കുന്നത്, നിങ്ങൾ ആരെങ്കിലും സംസാരിപ്പിച്ചിട്ടുണ്ടോ? അവരുടെ അഡ്രസ് ഉണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, കള്ളിക്കാട് റേഷൻ കടയിട്ടേക്കുന്ന ആളിന്റെ മകനെ ഞാൻ സംസാരിപ്പിച്ചിട്ടുണ്ട്. അയാളുടെ അനിയൻ വന്നിട്ട് അവിടെ പള്ളിക്കാട് പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. ഇതുപോലെ ഒരുപാട് എണ്ണത്തിന് ഞാൻ കൊടുത്തു തോന്നിട്ടുണ്ട്. ഡാക്ടർ വിട്ട ഒരു ഡോക്ടറെ ഞാൻ തോന്നിട്ടുണ്ട്. മരിക്കുന്ന ഇവിടെ അടുത്ത് തന്നെ ഒരു സ്ത്രീ പോകുന്ന പോക്കിന് അറ്റാക്ക് വന്ന ഒരു സ്ഥലത്ത് വീഴുന്നിട്ട് ഒരുപാട് നേരം കിടന്നു. ഇവരുടെയൊക്കെ ബന്ധുവാണ്. ഇവരുടെയൊക്കെ ബന്ധുവാണ് ഒരു സ്ത്രീ. അപ്പം അവർക്ക് 93 വയസ്സുണ്ട്. വീട്ടിൽ കൊണ്ടുവന്ന് കുളിപ്പിച്ച് മരണമൊക്കെ അറിയിച്ചു. കുളിച്ചിടാൻ പോയപ്പോൾ ഒരാളിങ്ങനെ ഇവരുടെ കയ്യോ കാലോ കണ്ണോ ഒക്കെ ഇങ്ങനെയൊക്കെ നോക്കിയപ്പം അവർക്ക് എന്തോ ഒരു സംശയം. ഇത് മരിച്ചിട്ടില്ല, ഉയർശാലം ബാക്കിയുണ്ട്. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഇപ്പോഴും നിങ്ങൾ ചെറുമാൻ. ഞാൻ പറഞ്ഞു, വാടേ വിക്രമൻ, എൻ്റെ അമ്മമ്മക്ക് ഞാൻ മരുന്ന് ചെറു നല്ല വാങ്ങി സംസാരിച്ചു. എത്ര അമ്മ പട്ടാളം, ഞാൻ പട്ടാളത്തിൽ നിന്നിട്ട് പട്ടാളം അടുത്ത വീട് തന്നെ, അധികം ദൂരമൊന്നും. പട്ടാളം അമ്മമ്മക്ക് മരുന്ന് തരാം, നിങ്ങൾ വാങ്ങിച്ചു കുടിക്കുന്നു. എന്താ നിനക്ക് വെള്ളം അടിച്ചിട്ട് തലയ്ക്ക് സുഖമല്ലേ? മരിച്ചു കിടക്കുന്ന അമ്മയ്ക്ക് എന്താ മരുന്ന് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞപ്പം ലവയിൽ വെള്ളം അടിച്ചിരിക്കുകയല്ലേ. പിന്നെ ചൂടായി, രണ്ടുപേരും കൂടെ ഭയങ്കര വഴക്കായി. എൻ്റെ വീട്ടിലോട്ട് വന്ന് വഴക്ക് പറഞ്ഞോണ്ടാ അങ്ങോട്ട് വരുന്ന. വഴക്ക് പറഞ്ഞോണ്ടാ ഗേറ്റൊക്കെ തുറന്നു അങ്ങോട്ട് വരണം. ഞാൻ ചോദിച്ചു, എന്താണ് കാര്യം? അത് വിക്രം വന്നിരുന്നു, വീട്ടിൽ വന്നിരുന്നു. ഭയങ്കര ബഹളം. മരിച്ചു കിടക്കുന്ന അമ്മയ്ക്ക് എന്തോന്നാണ് മരുന്ന്? ഞാൻ പറഞ്ഞു, നിങ്ങൾ മിണ്ടാതെ അവിടെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് മിറ്റത്തൊക്കെ ഇരിക്കാനുള്ള ബന്ധമൊക്കെ ചെയ്ത് നിങ്ങളവിടെ ഇരിക്കും, മിണ്ടാതെ ഇരിക്കും. മരുന്ന് കൊടുത്തപ്പോൾ തന്നെ അവരിങ്ങനെ മോമൊക്കെ ആക്കിക്കൊണ്ടുപോയി. മരിച്ചു കിടക്കണം അമ്മയ്ക്ക് ഈ മരുന്ന് കൊടുത്താൽ മാറുമോ അവർ പറഞ്ഞു. അവർ 20 കൊല്ലം കൂടെ ഇവിടെ ജീവിച്ചു. സത്യം. മാതൃഭൂമി. പിന്നെ ഞാനിവിടെ താമസമൊക്കെ മാറി ഞാൻ പാമ്പോട്ടിൻ്റെ അടുത്തായി അവിടെ വീടൊക്കെ വാങ്ങി താമസിച്ചപ്പോൾ മാതൃഭൂമി കണ്ടാണ് ഞാൻ ഇവരുടെ മരണ വാർത്ത. അതിന് മുമ്പ് തിരക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവരൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ 93
അങ്ങനെ മുനിപ്പാറയുടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളങ്ങനെ തിരിക്കുകയാണ്. ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മുനിപ്പാറ. ഈ മുനിപ്പാറ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തിരുവല്ലം പരശുരാമ ക്ഷേത്രം കഴിഞ്ഞ് കോവളത്തിനും ഇടയ്ക്ക് പൂങ്കുളം എന്ന ഒരു നല്ലൊരു സ്ഥലത്താണ് ഈ മുനിപ്പാറ സ്ഥിതി ചെയ്യുന്നത്. വളരെ വളരെ രണ്ടു വാക്ക് പറയണമെന്നുള്ള ആഗ്രഹമാണ്. ഞാൻ ഒരുപാട് നശിച്ചു എല്ലാം ഇവിടെ വന്ന് ഞാൻ ഒരു തിരി കത്തിച്ച് അതെനിക്ക് ഒരാഴ്ചയിൽ 3 ദിവസം എന്ന് പറയുമ്പോൾ എനിക്ക് 500 രൂപയ്ക്കകത്ത് പക്ഷേ ഈ 500 രൂപ ചെലവ് എൻ്റെ വരുമാനത്തിൽ നിന്നുമാണ് ഞാൻ കൊണ്ടുവന്ന് കത്തിക്കുന്നത്. അതിനെനിക്ക് മുന്നോട്ട് എല്ലാ കാര്യങ്ങളും സന്തോഷമായി നടക്കുന്നു. പേര് എൻ്റെ പേര് മോഹൻ, സ്ഥലവാസി തന്നെയാണ്. സ്ഥലവാസിയാണ്. ഞാൻ ഇവിടെ ദേശം വിട്ടൊക്കെ പോയവൻ വ്യക്തിയാണ്. ജോലിയുടെ ആവശ്യത്തിന് ജോലിയൊക്കെ ചെയ്തു. അതെല്ലാം ഞാൻ പോയതെല്ലാം അത് നശിക്കുകയും ചെയ്തു. തിരിച്ച് നാട്ടിലേക്ക് ഞാൻ വന്ന് ഞാൻ ഒരു വണ്ടിക്കട തെരുവ് കച്ചവടം തുടങ്ങിയതാണ്. അത് തുടങ്ങിയപ്പോഴും ഞാൻ ആ തുടങ്ങിയതിൻ്റെ 3-ന്റെ അന്നാണ് ഇവിടെ വന്നത്. അതിനുശേഷം എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഒരു ഉയർച്ചയുണ്ട്. എവിടെ എന്തിനും ഇറങ്ങിയാലും എന്നോടൊപ്പം തടസ്സങ്ങളൊന്നുമില്ല. ഒരു തടസ്സം മനസ്സിൽ തോന്നിക്കണേ മനസ്സിൽ തോന്നിച്ചത് എല്ലാം മനസ്സിൽ തോന്നിച്ചതാണ്. എനിക്ക് മനസ്സിൽ തോന്നി പഴയ ഒരു ദുഃഖകാര്യങ്ങൾ എൻ്റെ മനസ്സിനകത്തില്ല. ഞാൻ ഒറ്റയ്ക്കാ കിടന്ന് ഉറങ്ങുന്നത്. ഉറക്കത്തിലായാലും എനിക്ക് എല്ലാവരും എൻ്റെ കൂടെ. എനിക്ക് ഭയങ്കരമായ ഇതാണ്. എനിക്ക് 2 വാക്ക് പറയണമെന്നും ഈ പേർച്ചവരെ എനിക്ക് അന്ന് അറിയിക്കണമെന്നുള്ളൊരു ഭയങ്കരമായ കാര്യം. ജീവിതത്തിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അത് തോന്നിയിട്ടില്ല. കാര്യം ഞാൻ ഇവിടെ വിട്ട് പോയെങ്കിലും ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയി പള്ളിയിലായാലും എവിടെയായാലും ഒരു നേരത്തെ അന്നദാനം കഴിച്ച് വിശപ്പടക്കിയിട്ടുള്ളവർ അത് തിരിച്ചെന്നെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. ജന്മനാടായ ആൾക്കാർ വരെ എന്നെ നിർത്തി. ഇപ്പം അവരെല്ലാം ഞാൻ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഒറ്റയ്ക്ക് നിന്ന് അവരൊരു പ്രസ്ഥാനം നടത്തുന്നുണ്ട്. അതിൽ പങ്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ചെയ്തപ്പോൾ എൻ്റെ ആ പോക്കും വരവൊക്കെ എൻ്റെ നാട്ടുകാരും എൻ്റെ ആൾക്കാരും തന്നെ പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു ചേട്ടൻ്റെ മകൻ അവനാണ് ഇപ്പോൾ ഏറ്റവും വലിയ സപ്പോർട്ട്. കാര്യം ഇങ്ങോട്ടാ ചോദിക്കുന്നത്. കൊച്ചിന് വണ്ടിക്ക് എണ്ണ അടിക്കാൻ പൈസ വേണം, വിളക്കെത്തിക്കാൻ പൈസ ഉണ്ട്, എണ്ണ ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുക കാര്യം ഞാൻ ഇവിടെ കത്തിച്ചിട്ടായാലും രാവിലെ അവിടെ ചെന്നിട്ട് അവരുടെ എൻ്റെ മകൻ്റെ ചേട്ടൻ്റെ മകൻ്റെ കടയിൽ ചെന്ന് ഒരു ചായ അവിടെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കയറുന്നത്. അവന് ഒരു ദോഷവും വരുന്നു. എനിക്കും അവനിൽ നിന്നും ഒരുപാട് അത് എൻ്റെ ഭഗവാനാണ് അതിൻ്റെ ഒരു സൈഡ് നിൽക്കുന്നത്. അങ്ങനെ മുനിപ്പാറയുടെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കണ്ട് നമ്മൾ യാത്ര തിരിക്കുകയാണ്.